മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനുഷ്യാവതാരം ചെയ്ത അങ്ങേ വചനത്തിന്റെ നവ്യപ്രഭയിൽ ഞങ്ങൾ നിറയുമ്പോൾ വിശ്വാസത്തിലൂടെ മനസ്സിൽ പ്രകാശിപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നും ജീവിച്ചു വാഴുമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നേ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഭൂമിയുടെ അതിർത്തികളെ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രക്ഷ വരുന്നു, ഇതാ അവിടുത്തെ പ്രതിഫലം അവിടുത്തോടുകൂടെ, സമ്മാനം അവിടുത്തെ മുൻപിലും. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ വിളിക്കപ്പെടും. അന്വേഷിക്കപ്പെടുന്നവർ അപരിത്ത നഗരം എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും, നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും, നമ്മുടെ കർത്താവ് ജനിച്ചിരിക്കുന്നു. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു, എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും, നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു, പരമാർത്ഥ ഹൃദയത്തെ സന്തോഷം ഉദിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. നമ്മുടെ മേൽ നിന്ന് പ്രഭാപൂരം വീശും, നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും, നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയിലുള്ള പ്രവൃത്തി കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലാണത്രേ. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമർത്ഥമായി വർഷിച്ചത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. കർത്താവിൻ്റെ വചനം. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, 25 നോൻപിന്റെ പുണ്യത്തിനായി വ്രതശുദ്ധിയിൽ നമ്മൾ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളമാണ് ക്രിസ്മസ്. ദൈവസ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ക്രിസ്തുവിൻ്റെ ജനനം. യോഹന്നാൻ സുവിശേഷകൻ വെളിപ്പെടുത്തുന്നത് പോലെ ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട്, ഈ ലോകത്തെ ഓരോ മക്കളോടും ദൈവത്തിൻ്റെ കാരുണ്യം അത്ര വലുതായതുകൊണ്ട് ഈ ഓരോ മക്കളെയും രക്ഷിക്കുവാൻ വേണ്ടി തന്റെ ഏകജാതനെ അവിടുന്ന് ലോകത്തിലേക്ക് അയച്ചു. ഓരോ ക്രിസ്മസും നമ്മളിൽ ഓർമ്മ എടുക്കേണ്ടത് ദൈവസ്നേഹത്തിൻ്റെ അതിരുകളില്ലാത്ത അടയാളങ്ങളാണ്. ഈ കാലഘട്ടത്തിലെ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിലെ ക്രിസ്മസ് ഒത്തിരി പ്രത്യേകതകളുള്ളതാണ്, വ്യത്യസ്തങ്ങളാണ്. സാധാരണ ക്രിസ്മസ് കാലം നമുക്കറിയാം, വർണ്ണവും വെളിച്ചവും ആരവങ്ങളും ആളുകളും കൂടുന്ന ഒരു കാലഘട്ടമാണ്. എവിടെ ചെന്നാലും വളരെ വലിയ ആഘോഷങ്ങൾ, അങ്ങനെ വളരെ പുറംമോടിയോടെയാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുക. പക്ഷെ ഈ വർഷത്തെ ക്രിസ്മസ് അല്പം കൂടി ശാന്തമാണ്. കുർബാനയുണ്ട്, കൊച്ചു കൊച്ചു പരിപാടികൾ, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു നമ്മൾ പുൽക്കൂടുണ്ടാക്കുന്നു, നക്ഷത്രം തൂക്കുന്നു, അല്ലാണ്ട് വലിയ ആഘോഷങ്ങളുടെ അകമ്പടി നമുക്ക് ഈ ക്രിസ്മസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ആദ്യ സന്ദേശം എന്നത് നിശബ്ദതയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ജീവിതത്തെ കുറച്ചും കൂടി ശാന്തമാക്കാനാണ് ക്രിസ്മസ് നമ്മളോട് പറയുന്നത്. പുറമോടികളും ആഘോഷവും ആളുകളും ഒക്കെ കുറഞ്ഞ് നീ നിന്നിലേക്ക് തന്നെ ഒന്ന് ഇറങ്ങി നടക്കുക. നിന്നിൽ പിറവിയെടുക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാനുള്ള ഒരു മടക്കയാത്ര. ദൈവ അന്വേഷണം നമ്മൾ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ആന്തരികമായ ഒരു മൗനത്തിലെ കൂടെയാണ് ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് നമ്മൾ തുടങ്ങുന്നത്. ക്രിസ്തുവിന്റെ ജനനം അത്രയോളം നിശബ്ദതയായിരുന്നു. പ്രകൃതി പോലും ശാന്തമായ ഒരു രാത്രി. മനോഹരമായ പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? സൈലന്റ് നൈറ്റ്, ഹോളി നൈറ്റ്. സൈലന്റ് ഒച്ചപ്പാടുകൾ ഉണ്ടായില്ല. എല്ലായിടത്തും ഒരു ശാന്തത നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയിലാണ് അവൻ പിറവിയെടുക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന മൗനത്തെ ഒന്നും കൂടി വീണ്ടെടുക്കുവാനായിട്ട്, അല്പം കൂടി ഒന്ന് നിശബ്ദമായിരുന്നുകൊണ്ട് ദൈവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുവാനുള്ള
അവസരമായിട്ട് ഈ ക്രിസ്മസിനെ നമ്മൾ കാണും. രക്ഷാകര ചരിത്രത്തിൽ അല്ലെങ്കിൽ യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി ആളുകളെ കാണുമ്പോൾ അവരുടെയൊക്കെ ജീവിതം എത്ര ശാന്തത നിറഞ്ഞതായിരുന്നു. സ്നാപയോന്റെ ജീവിതം, സക്രിയയുടെ എലിസബത്തിന്റെ ജീവിതം, മറിയം, ഔസേപ്പ്, ആട്ടിടയന്മാർ, ഇവരൊക്കെ ശാന്തത കൈവിടാത്തവരാണ്. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറയുമ്പോൾ മറിയം അവലംബിച്ച ഒരു മൗനമുണ്ട്. യൗസേപ്പ് സ്വപ്നത്തില് ദർശനമുണ്ടായെന്ന് പറയുമ്പോൾ ഔസേപ്പിന്റെ ഒരു ശാന്തതയുണ്ട്. ആട്ടിടയന്മാര് ദൂതന്മാരുടെ സ്വരം കേൾക്കുന്നത് ശാന്തതയിലാണ്. അങ്ങനെ ശാന്തമായി ഇരുന്നവർക്കാണ് സന്തോഷത്തിന്റെ സത്വാർത്ത നൽകപ്പെട്ടത്. നമ്മുടെയൊക്കെ ജീവിതം കുറേയൊക്കെ വാചാലത കൊണ്ട് നിറയുന്നുണ്ട്. വാക്കുകളാല് കെട്ടിവെക്കുന്ന ഒരു കൊട്ടാരമാണ് പലപ്പോഴും നമ്മുടെ ജീവിതം. അല്പം ശാന്തമായിട്ട് നിശബ്ദതയെ ധ്യാനിക്കുക, നിന്റെ ഉള്ളില് തളിരിടുന്ന, നിന്റെ ഹൃദയത്തിൽ പിറവിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ആഘോഷങ്ങളൊക്കെ കുറഞ്ഞു വരുമ്പോൾ അല്പനേരം ഒന്ന് മൗനമായിരുന്നുകൊണ്ട് എൻ്റെ ജീവിതം എവിടെ വരെയാണ്, ഞാനും ക്രിസ്തുവുമായിട്ടുള്ള ദൂരം എൻ്റെ ജീവിതത്തിൽ കൂടി വരുന്നുണ്ടോ അതോ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ശാന്തമായിട്ട് ദൈവത്തിന് പിറവിയെടുക്കുവാനുള്ള അവസരം കൊടുക്കേണ്ട ദിനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. വാചാലതയ്ക്ക് മറന്ന് ആഘോഷങ്ങളെ ആരാധനയാക്കി മാറ്റേണ്ട സമയം, ആഘോഷങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റേണ്ട സമയം. ക്രിസ്മസ് നമുക്ക് നൽകുന്ന ആദ്യ സന്ദേശം ശാന്തത ജീവിതത്തോട് ചേർത്ത് വെക്കുക എന്നത് തന്നെയാണ്. രണ്ടാമത്, ക്രിസ്മസ് ഇന്നത്തെ കാലത്ത് നമ്മളോടായിട്ട് പറഞ്ഞു വെക്കുന്നത് സ്റ്റാറായി മാറുക എന്നുള്ളതാണ്. ഒരു താരകമായി മാറുക. കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഈ ലോകത്ത് ഒരു കൊച്ചു നക്ഷത്രമായിട്ട് നിനക്ക് മാറാൻ സാധിക്കുന്നു. വചനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അവനെ കണ്ടവർ പ്രകാശിതരായി. ദൈവത്തെ കണ്ടുമുട്ടുന്നവരൊക്കെ പ്രകാശത്തിൽ നിൽക്കുന്നു. അവരിൽ നിന്ന് ഒരു വലിയ പ്രകാശം ഇറങ്ങി അവരെ നോക്കി നിന്നവർക്ക് അത്ഭുതസ്തംഭരായി. അവന്റെ വിളമ്പിൽ തൊട്ടവർക്കൊക്കെ സൗഖ്യം ലഭിച്ചു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തുവിനെ അനുദിനം ജീവിതത്തിൽ സ്വീകരിക്കുന്ന, അനുദിനം നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന എൻ്റെ ജീവിതം പ്രകാശമുള്ളതായി മാറുന്നു. താരകത്തിന്റെ ഒരു പ്രഭ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പുറമെ നക്ഷത്രങ്ങൾ തൂക്കി നമ്മൾ നിർവൃതി അടയാളം, വീട്ടിലും പള്ളിമേടകളിലും എല്ലായിടത്തും നക്ഷത്രങ്ങൾ, വെളിച്ചത്തിന്റെ ഒരു ഉത്സവമാണ് ശരിക്കും പറഞ്ഞ ക്രിസ്മസ്. പക്ഷെ ഈ പുറമെ നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കുമ്പോൾ ഉള്ളിൽ അന്ധകാരമാകുന്നുണ്ട്. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ, ജീവിതത്തിലെ സ്വപ്നങ്ങൾ തകിടം മറിയുമ്പോൾ, പുറമേ നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കി നിർവൃതി അടയുമ്പോൾ എൻ്റെ ജീവിതം ആ ഒരു പ്രകാശത്തിലേക്കുള്ള ഒരു വരവേൽപ്പോ അല്ലെങ്കിൽ ആ ഒരു പ്രകാശത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ട് മാറുന്നു. സുവിശേഷത്തില് ക്രിസ്തുവിനോട് ചേർന്നവരൊക്കെ പ്രകാശിക്കുന്നുണ്ട്. ചുങ്കക്കാരനായ മത്തായി ആയിക്കോട്ടെ, സക്കേബൂസ് ആവട്ടെ, മഗ്ദലേന മറിയമാവട്ടെ, ജീവിതത്തില് അന്ധകാരം വ്യാപിച്ചവരുടെ ഇടയിലൂടെ ക്രിസ്തു കടന്നു പോകുമ്പോഴൊക്കെ അവരുടെ ജീവിതമൊക്കെ എന്ത് പ്രകാശമാണ്. ഒരു താരകമാകുവാനായിട്ടാണ് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുക. ഒന്ന് ഓർക്കുക, നമ്മളൊക്കെ ഈ മണ്ണിലെ ദൈവത്തിന്റെ താരകങ്ങളാണ്. സ്വർഗം വിട്ടിറങ്ങിയ ദൈവത്തിന്റെ താരകങ്ങളാണ് നമ്മളൊക്കെ. എന്നിട്ടും ജീവിതയാത്രയിൽ എവിടെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തില് അന്ധകാരം നിഴലിക്കുന്നില്ല. നമ്മളിലും ചുറ്റുമുള്ളവരിലും തെല്ല് നക്ഷത്ര ശോഭ കൊടുക്കുന്നവരായിട്ട് മാറും. ജീവിതത്തിന് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവർക്ക്, ജീവിതമെന്ന് ഇടറിപ്പോകുന്നവർക്ക്,
ജീവിതത്തില് യാതൊരു വിധത്തിലുള്ള സന്തോഷങ്ങളും ലഭിക്കാത്തവർക്ക് മുന്നിൽ ഒരു കൊച്ചു നക്ഷത്രമായിട്ട് നമുക്ക് മാറും. സാധാരണ നമ്മളെപ്പോഴും പറയാറുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തു മിസ്സായി പോകരുത്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദൈവത്തെ നിങ്ങൾ മിസ്സാക്കരുത്. നമ്മൾ ദൈവത്തേക്ക് മിസ്സാക്കിക്കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ആഘോഷം. നമ്മുടെ ചിന്ത ഓരോ തവണ ദേവാലയത്തിൽ വരുമ്പോഴും നമ്മൾ ചിന്തിക്കുക, അമ്മമാരാണ് ചിന്തിക്കുക, ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് വെക്കുക? ചിക്കനാണോ, മട്ടനാണോ, താർക്ക് അല്ലെങ്കിൽ പോത്താണോ? ഇപ്പൊ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, അത് വേവിച്ചു വെച്ചിട്ടുണ്ടെന്ന് ചെന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ. മനസ്സിൽ ആദ്യ ചിന്ത എങ്ങനെ വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമാക്കണം. അപ്പന്മാരാണെങ്കിൽ ഇന്ന് എങ്ങനെ അടിച്ചു പൊളിക്കാം, എന്തൊക്കെ രീതിയിൽ പരമാവധി ഇന്ന് ഒരു ആഘോഷമാക്കി മാറ്റാം. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എങ്ങനെ പരമാവധി അടിച്ചു പൊളിക്കാം എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭൗതികമായ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ക്രിസ്മസിനോട് അടുത്ത് ചേർത്ത് വെക്കുക. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി എന്നോട് പറയുകയായിരുന്നു, ഈ വർഷം ക്രിസ്മസ് ഇല്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ക്രിസ്തു ഈ വർഷം ജനിക്കുന്നില്ലേ? അതല്ല, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവരുടെ അടുത്ത ബന്ധു മരിച്ചു പോയി, അതുകൊണ്ട് ഞാൻ ക്രിസ്മസ് ഇല്ല. കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് ഒരാൾ മരിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ഇല്ല എന്ന് പറയുവാനായിട്ട് നമുക്കെങ്ങനെ സാധിക്കും? പ്രത്യാശയുടെ അല്ലെങ്കിൽ ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ്. നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും ഭൗതികതമായി നിറഞ്ഞത്. ചിലപ്പോൾ ആഘോഷങ്ങളില്ലായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിന് മറ്റു വിഭവങ്ങളില്ലായിരിക്കാം, പക്ഷെ ക്രിസ്മസ് ഇല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കുക? ഒരുപക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നുണ്ടാവാം ആ ഒരു ദുഃഖസൂചകമായിട്ട്. പക്ഷേ ക്രിസ്തുവിന്റെ ജനനം എൻ്റെ കുടുംബത്തിലും എൻ്റെ ഹൃദയത്തിലും പിറവിയെടുക്കുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? പലപ്പോഴും നമ്മുടെ ചിന്ത അതാണ്, ഭൗതികമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ പല ആഘോഷങ്ങളും. ക്രിസ്മസ് നൽകുന്ന സന്ദേശം ഇതാണ്, ചുറ്റുമുള്ളവരെ പ്രകാശിപ്പിക്കുന്ന ഒരു കൊച്ചു നക്ഷത്രമായിട്ട് മാറുക. അങ്ങനെ ഒരു നക്ഷത്രമാകണമെങ്കിൽ ക്രിസ്തു നിന്നിൽ പ്രകാശിക്കണം. നീ നടക്കുമ്പോൾ നിനക്ക് ചുറ്റുമുള്ളവരെ നീ പ്രകാശിപ്പിക്കണമെങ്കിൽ നീ സ്വയം കത്തി എരിയേണ്ടിയിരിക്കും. ക്രിസ്മസ് നൽകുന്ന മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം നമ്മളോടായിട്ട് പറയുന്നു, ഔസേപ്പും മറിയവും യേശുവിനെ അമ്മ ഉദരത്തിൽ പേറിക്കൊണ്ട് ഒരു സത്രത്തിന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടുന്നുണ്ട്. സത്രത്തിന് അവർക്ക് ഇടം ലഭിച്ചില്ല. അതുകൊണ്ട് ഒരു കാലിത്തൊഴുത്തിലാണ് ക്രിസ്തു പിറവിയെടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സത്രം സൂക്ഷിപ്പുകാരൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ വരുന്നത് ദൈവപുത്രനാണ് എന്ന് ഈ സത്രം സൂക്ഷിപ്പുകാരൻ അറിഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ളവരെല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട്, എത്ര VIP ആ ലോഡ്ജിലോ സത്രത്തിലോ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർക്ക് അവസരം കൊടുക്കുമായിരുന്നില്ല. പക്ഷേ ഈ സത്രം സൂക്ഷിപ്പുകാരൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഈ വരുന്നത് ദൈവപുത്രനാണെന്നും ദൈവത്തിന്റെ പുത്രന്റെ മാതാപിതാക്കളാണെന്നും അറിയാതെ പോയി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ദൈവപുത്രൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് അറിയാതെ പോകുന്നത്. വചനം വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, അന്തിമ വിധി നാളിൽ ഞാൻ നിങ്ങളെ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും മാറ്റി നിർത്തും, എന്നിട്ട് ഞാൻ നിങ്ങളെ വിധിക്കും. എങ്ങനെ? ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു. നിങ്ങൾ എന്നെ കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട്. കണ്ട് എന്നെ സഹായിച്ചവർ എന്നോടൊപ്പം പരദേശിയിലായിരിക്കും, കണ്ടിട്ടും അതിനെ അവഗണിച്ചവർ നിത്യ നരകത്തിലേക്കായിരിക്കും. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് നിങ്ങൾ നിന്നെ കണ്ടത്?
വചനം മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നു. നഗ്നനായും പരദേശിയായും രോഗിയായും കാരാഗൃഹത്തിലായും നിങ്ങളുടെ മുന്നിലൂടെ കടന്നു വന്നതൊക്കെ ഞാനായിരുന്നു. തിരിച്ചറിഞ്ഞില്ല നമ്മൾ. ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള അവസരമാണ് ക്രിസ്മസ്. ചുറ്റുമുള്ള ലോകത്തേക്കൊന്ന് കണ്ണോടിക്കുക. ഒത്തിരി വിഷമതകളിലൂടെ ഒത്തിരി ആളുകൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. പ്രതീക്ഷയുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ, പല രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായിട്ട് വല്ലാത്ത ഞെരുക്കം അനുഭവിക്കുന്നവർ, പല രീതിയിലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ കാരണം പല രീതിയിലും വേദന അനുഭവിക്കുന്നവർ, അങ്ങനെ നിരവധിയായ രീതിയിൽ പ്രശ്നങ്ങൾക്കും പ്രാരാബ്ധങ്ങൾക്കും ഒക്കെ ഇടയിൽ ജീവിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്കിടയിലുണ്ട്. അവരുടെ ഇടയിലേക്കൊക്കെ ദൈവത്തിൻ്റെ ഒരു സ്പന്ദനമായിട്ട് ഇറങ്ങിച്ചേരാൻ, നമുക്കറിയുന്നവരുടെ ഇടയിലേക്കല്ല, ഈ ഒരു ക്രിസ്മസിന് നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർക്ക് ഒരു ക്രിസ്മസ് സമ്മാനം നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അതാണ് ക്രിസ്മസിന്റെ മഹത്തായ സന്ദേശം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ അടുത്തേക്ക് ഒരു കൊച്ചു സമ്മാനം, വലിയ വലിയ ആർഭാടമുള്ള സമ്മാനങ്ങളോ എന്നോ പൈസ മുടക്കി സമ്മാനങ്ങൾ കൊടുക്കണമെന്നല്ല അച്ഛൻ പറയുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് ഒരു കൊച്ചു സമ്മാനം ഈ ഒരു ക്രിസ്മസിന് നമ്മൾ കൊണ്ടേ കൊടുക്കാൻ, അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ഒരു കൊച്ചു സമ്മാനം. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഒരു കൊച്ചു സമ്മാനം ഈ ക്രിസ്മസിന് എന്തെങ്കിലും ഒരു നന്മ അവർക്ക് കൊടുക്കാനായിട്ട് കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ തിരുപ്പിറവിയുടെ യഥാർത്ഥ ആന്തരികമായ അർത്ഥം എന്ന് പറയുക. കൊട്ടാരങ്ങളിൽ നിന്ന് ഇറങ്ങി അവനെ അന്വേഷിച്ചവർക്കാണ് അവനെ ദർശിക്കാനായിട്ട് സാധിക്കുക. ദേവാലയത്തിൽ വന്ന് ദൈവത്തെ കണ്ടുമുട്ടിയിട്ട് ആ ദൈവത്തെ ചുറ്റുമുള്ളവർ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ ക്രിസ്മസ് നിരർത്ഥകമായി പോകും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഈ ക്രിസ്മസിൻ്റെ അല്ലെങ്കിൽ തിരുപ്പിറവി ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുകയാണ്. ഈ 3 ചിന്തകൾ നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടി നവീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒന്നാമത്, കുറച്ചും കൂടി നിശബ്ദത, മൗനം, ശാന്തത ജീവിതത്തിൽ ആവശ്യമുണ്ട്. രണ്ടാമത്, ചുറ്റുമുള്ളവരിലെ പ്രകാശം കൊടുക്കുന്ന ഒരു നക്ഷത്ര ശോഭ എന്നിലുണ്ടാവട്ടെ. മൂന്നാമത്, ദൈവത്തെ കണ്ടെത്തേണ്ട ഒരു ക്രിസ്മസാണ്. നമ്മുടെ കൊട്ടാരങ്ങളിൽ നിന്ന്, നമ്മുടെ സ്വാർത്ഥതകളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി മറ്റുള്ളവരിൽ ദൈവത്തെ ദർശിക്കുവാനും സ്വയം ദൈവത്തെ കണ്ടെത്തുവാനുമുള്ള അവസരമായിട്ട് ഈ ക്രിസ്മസ് മാറട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രൻ, എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിന്റെ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെടും. മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശ്വസിക്കുന്നതനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീട്ടിൽ അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയും കർത്താവും ജീവദാതാവും പിതാവിന്റെ പുത്രനെ പുറപ്പെടുന്നവരും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാരുടെ സംസാരിച്ചവരും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും വിശുദ്ധവും സാമ്പത്തികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരെ
ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും മനുഷ്യപ്രകൃതി പ്രത്യക്ഷവുമായിരുന്ന നമ്മുടെ സൽപ്രവർത്തികളല്ല, മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചനാ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഇരുളിലാണ്ടിരിക്കുന്ന ജനതയ്ക്ക് ആശാകിരണങ്ങൾ വീശിക്കൊണ്ട് ആഗതനായ ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവിയിൽ ആഹ്ലാദിക്കുന്ന ഈ പുണ്യദിനത്തിൽ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ ആഴമേറിയ വിശ്വാസത്തിലും പ്രത്യാശയിലും വിശുദ്ധിയിലും വളർത്തുന്നതിനാവശ്യമായ കൃപാവരങ്ങൾ നൽകി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാ അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പിതാവിനെയും മറ്റെല്ലാ അജപാലകരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ബദ്ലേമിലെ പുൽക്കോട്ടിൽ പ്രകാശമായി അവതരിച്ച യേശുവെ, സ്വാർത്ഥതയുടെയും വിദ്വേഷത്തിന്റെയും ഇരുട്ട് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് തുടച്ചു നീക്കി അവിടുത്തെ സന്ദേശമായ സമാധാനം സുസ്ഥാപിക്കുവാൻ എല്ലാ രാഷ്ട്ര നേതാക്കന്മാരെയും ശാന്തിയിലും സഹോദര്യത്തിലും ജീവിക്കുവാൻ എല്ലാ പൗരന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവൻ രക്ഷകന്റെ തിരുപ്പിറവിയിൽ ആനന്ദിച്ച് ശാന്തിയും സന്തോഷവും പരസ്പരം കൈമാറുമ്പോൾ പലവിധ ബുദ്ധിമുട്ടുകളെയാലും പ്രത്യേകിച്ച് കൊറോണ വൈറസ് രോഗബാധയാൽ വിഷമിക്കുന്നവരും തിരുപ്പിറവിയുടെ ആരാധനകളിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തവരും ഉണ്ണിയേശുവിന്റെ തിരുമുഖ ദർശനം അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അത്യാസന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. തിരുപ്പിറവിൽ ആഹ്ലാദിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ഭവനത്തിലേക്കും കടന്നു വന്ന് അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കണമെന്നും ശാന്തിയും സമാധാനവും നൽകി ഞങ്ങളെ സമ്പന്നരാക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാജാതിരാജനായി പുൽക്കൂട്ടിൽ വാഴുന്ന യേശുവെ, ഞങ്ങളെ വിശ്വാസ വളർച്ചയിലേക്ക് അനുദിനം നയിക്കുന്ന ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട ചെറുമച്ഛനെയും അനിലച്ഛനെയും ഈ തിരുവഴുത്താലേക്ക് ചുറ്റും ആയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ സർവാർത്ഥ സന്ദേശവാഹകരാക്കി മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെതായ നിരവധിയായ ആവശ്യങ്ങൾ ഈ ബലിപീഠത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായതിനെ സംവദിക്കുവാൻ അർഹയായ കന്യകാമറിയം അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. Thank you.
സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുമാനം വേണ്ടി പ്രാർത്ഥിക്കില്ലേ. കർത്താവത്തിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ ദിനത്തിലെ പിറവിയുടെ രഹസ്യങ്ങളാണ് ഞങ്ങളുടെ കാഴ്ച വസ്തുക്കൾ യോഗ്യമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യനായി ജനിച്ച് അവിടുന്ന് ദൈവമായി പ്രശോഭിച്ച പോലെ ഈ ഭൗമിക വസ്തുക്കൾ ദൈവികമായവ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ടേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങനെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിന്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമാണ്. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവരുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകണേ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. ബെത്ലഹേം അപ്പത്തിന്റെ ഭവനമാണ്. ദൈവമനുഷ്യരായ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരെയും ദൈവത്തോട് ചേർത്ത് വെക്കുവാനായിട്ട് അവൻ അപ്പമായി മാറിയതിന്റെ ഓർമ്മയാണ് ക്രിസ്തുവിന്റെ തിരുപ്പിറവി. പുൽക്കൂട്ടിലെ ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഈ തിരുപ്പിറവി നാളിന് ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ എത്ര ദൂരമുണ്ട്.
പലപ്പോഴും ദൈവവുമായ ബന്ധത്തിന് അകലങ്ങൾ കൂടി വരുമ്പോൾ ക്രിസ്തു നമ്മളെ ചേർത്ത് പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ യാത്രകൾ എങ്ങോട്ടാണ്? ജ്ഞാനികളെ പോലെ പുൽക്കൂട് ലക്ഷ്യമാക്കിയാണോ നമ്മുടെ യാത്ര? അത് ഒത്തിരി പ്രലോഭനങ്ങൾക്കടിപ്പെട്ട് ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം മറ്റു പലതും ജീവിതത്തിൽ ശ്രേഷ്ഠമായി കണ്ടുകൊണ്ട് അവിടങ്ങളിലേക്കാണോ എൻ്റെ യാത്ര? എൻ്റെ ഹൃദയത്തിൽ യേശു ജനിക്കുന്നില്ലെങ്കിൽ പുറമോടികൾ കൊണ്ട് എന്ത് പ്രയോജനം? സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സദ്വാർത്ത എൻ്റെ കുടുംബത്തിനും എൻ്റെ ജീവിതത്തിനും ഇന്ന് ഉദിക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ട് എന്തർത്ഥമാണ് നമുക്കുള്ളത്? ലോകത്തിന് മുഴുവൻ പ്രത്യാശ നൽകുന്ന പ്രകാശത്തിന്റെ കിരണമാണ് ക്രിസ്മസ് എന്ന് പ്രഘോഷിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിന് നിരാശ മാത്രമാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ തിരുപ്പിറവി എന്താണ് നമുക്ക് സമ്മാനിക്കുന്നത്? ബലിവേദിക്ക് ചുറ്റും നിൽക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ക്രിസ്മസ് നമ്മളോട് പറയുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ജീവിതത്തിലെ ഏത് ഇരുണ്ട അവസ്ഥകളിൽ നിന്നും ഏത് വീഴ്ചകളിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ അവിടത്തേക്ക് സാധിക്കും. ആ വലിയ പ്രത്യാശയിൽ നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് ഈശോയെ എൻ്റെ ജീവിതത്തെ തിരുമുൾ കാഴ്ചയായി നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ ജീവിതത്തെ ഞെരുക്കുകയും വലയ്ക്കുകയും ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ അൽത്താരയ്ക്ക് മുന്നിൽ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഹൃദയവികാര വിചാരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങൾ സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രവർത്തനത്താൽ അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ്, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൻ പവിത്രമാക്കുവാൻ കഴിയണം. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരം രക്തവുമായി തീരുമാനാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഇതിന്റെ രഹസ്യം നിങ്ങൾ ആഘോഷിക്കും. എന്തെന്നാൽ അവിടുന്ന് ഒറ്റയ്ക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കണേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവ് അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവദായകവും പരിപാവനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകണം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണം. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യാമറിയത്തോട് അകനിയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോട് അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോട് മഹിമയേറിയ രക്തസാക്ഷികളോട് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ അമ്മ ത്രേസ്യയോട് എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയിലൂടെ നിരന്തര മധ്യസ്ഥ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുരഞ്ജനത്തിന്റെയും വേണ്ടി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപദേശനായ വർഗീസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിനും സ്നേഹത്തിനും ഉറപ്പിക്കുവാൻ കനിയണം. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുകൊള്ളേണം. കാരുണ്യവാനായ പിതാവ്, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങനെയൊക്കെ ദയാപൂർവം ഒന്നിപ്പിക്കണം. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ പിതാവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ പിതാവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടി, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ നീ പരിശുദ്ധാത്മാവുമായി നയിക്കുന്നത് എല്ലാ ബഹുമതി മഹത്വം എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായ ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വന്തം
കർത്താവേ, എല്ലാ തിന്മകളിൽ നിങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിക്കുന്നത് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് ഞാൻ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് നീ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സർവ്വസമാധാനവും ഐക്യവും നൽകാൻ കനിയേണം എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നത് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഇത് ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നത്. ഈ ദിവ്യ കുഞ്ഞാണിനെ വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹീത്. പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ്. ഒരു കോടി ജന്മമേ
കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന് നെടുവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങനെ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ സെബസ്ത്യാനോസേ, വിശുദ്ധ കൊറോണയെ, വിശുദ്ധ അമ്മ ത്രേസ്യയെ, സകല വിശുദ്ധരുമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രന്റെ ജനനം ആനന്ദഭക്തിയോടെ ആചരിക്കുന്ന ഞങ്ങൾക്ക് ഈ രഹസ്യത്തിന്റെ നിഗൂഢത വിശ്വാസത്താൽ ഗ്രഹിക്കുന്നതിനും പൂർണ്ണമായവ കൂടുതൽ സ്നേഹത്തിന്റെ തീക്ഷ്ണതയോടെ വിലമതിക്കുന്നതിനും ഇടവരുത്തണം. കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അറിയിപ്പ്. വിവാഹ പരസ്യം. ഇടവക സെന്റ് ജോൺ ഓഫ് ആർക്ക് യൂണിറ്റിൽ തെസ്സലോനിയ ഭവൻ ക്രിസ്റ്റോഫർ ആന്റണിയുടെയും സൂസന്ന ക്രിസ്റ്റോഫറിന്റെയും മകൻ വിക്ടർ ക്രിസ്റ്റോഫർ ഇടവയിൽ തന്നെ സെന്റ് തോമസ് യൂണിറ്റിൽപ്പെട്ട കബാന വീട്ടിൽ അഗസ്റ്റിൻ ഫെർണാണ്ടസിന്റെയും പ്രിസില്ല പൗലോയുടെയും മകൾ ആന്റണിയ ഫെർണാണ്ടസും തമ്മിൽ വിവാഹം കഴിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഇടവക സെന്റ് ജോസഫ് യൂണിറ്റിലെ ധർമ്മശാല KV തോമസിന്റെയും പരേവയായ തെരേസ മേരിയുടെയും മകൻ ബിജു തോമസും കണ്ണൂർ രൂപത കോളയാട് സെന്റ് കൊർണേലിയസ് ഇടവക കുഴിപ്പറമ്പിൽ ജിപ്സന്റെയും ജോളിയുടെയും മകൾ സോണ ജിപ്സനും തമ്മിൽ വിവാഹം കഴിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വിവാഹങ്ങൾക്ക് സഭാപരമായ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി തിരുപ്പിറവി തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒത്തിരി സ്നേഹപൂർവ്വം നേരുകയാണ്. ക്രിസ്മസ് ദിനമായ ഇന്ന് ഇനി 3 ദിവ്യ പൂജ കൂടി ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്നതാണ്. 8:30, 9:45, 11 മണിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ അയൽപക്കങ്ങളിലൊക്കെ ഇനിയും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാത്തവർ ഇത് ദിവ്യബലിയിൽ പങ്കുചേർന്നുകൊണ്ട് തിരുപ്പിറവി ദിവ്യപൂജ നമ്മൾ പ്രത്യേകമായിട്ട് പങ്കുചേരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് നന്ദിയുടെ 1-2 വാക്കുകൾ. തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ പള്ളിക്ക് വലതുവശത്ത് കാണുന്ന മനോഹരമായ പുൽക്കൂട് അത് നിർമ്മിച്ച് ഒരുക്കിയത് നമ്മുടെ ഇടവയിലെ കൊമ്പുരി സമൂഹങ്ങളായ ജോൺസൺ ഫെർണാണ്ടസ്, ലാൻസി മെൻഡസ്, റോബിൻസൺ ഫെർണാണ്ടസ്, സെബാസ്റ്റ്യൻ ഫെർണാണ്ടസ്, റാഫേൽ സെൽവരാജ് എന്നിവരുടെ പരിശ്രമ ഫലമാണ്. വളരെ മനോഹരമായ പുൽക്കൂട് അണിയിച്ചൊരുക്കിയതിന് പ്രത്യേകമായിട്ട് അവർക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ദേവാലയത്തിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങൾ നമുക്കറിയാം. മനോഹരമായിട്ട് പള്ളിക്ക് ചുറ്റും നക്ഷത്രങ്ങൾ തൂക്കി പ്രകാശപൂരിതമാക്കിയത് ഇടവകയിലെ യുവജനങ്ങളാണ്. ബിജു തോമസ്, നിക്സൺ KE, ജേക്കബ്, ഷിദിൻ, ഓൾവിൻ, ജെയ്സൺ, ലെയ്സൺ, ഷിബു MS, ജിതിൻ ജോൺസൺ, EX അഗസ്റ്റിൻ, സിഡ്നി ബാബു എന്നിവരാണ് ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും പരിശ്രമവും നടത്തിയത്. പ്രത്യേകമായിട്ട് ഇടവകയിലെ യുവജനങ്ങളെ ഒത്തിരി സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ നേടുകയും ചെയ്യുന്നു. അൽത്താരയ്ക്ക് മുന്നിലുള്ള മനോഹരമായ ഈ നക്ഷത്രം ഡെക്കറേറ്റ് ചെയ്തത് ഷിജിൻ, ബിജു, ജേക്കബ്, നിക്സൺ എന്നിവർ ചേർന്നാണ്. പ്രത്യേകമായിട്ട് അവർക്ക് നന്ദി പറയുന്നു. അൽത്താരയും ബലിവേദിയും പൂക്കൾ കൊണ്ട് മറ്റും അലങ്കരിച്ച് മനോഹരമാക്കിയ നമ്മുടെ സിസ്റ്റേഴ്സ്, പ്രത്യേകമായിട്ട് സിസ്റ്റർ ലിസി, സിസ്റ്റർ ലിഡിയ, സിസ്റ്റർ റോസ്ലിൻ, സിസ്റ്റർ റിൻസി, സിസ്റ്റർ അരസി, സിസ്റ്റർ ക്രിസ്റ്റി എന്നിവരെയും നമ്മുടെ കപ്പയായ പ്രസാദ് കറിയെയും ഒത്തിരി പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരുടെ വലിയ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്ര മനോഹരമായിട്ട് ഈ ദേവാലയ അൽത്താരം അങ്ങനെ ഒരുക്കിയത്. അവരെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ഭക്തിപരമായ ഗാനങ്ങൾ ആലപിച്ച കൊയർ മെമ്പേഴ്സിന് നന്ദി അർപ്പിക്കുന്നു. 26/12/2020 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കൊമ്പരി സമൂഹത്തിൻ്റെ ഒരു മീറ്റിംഗ് പള്ളിമേടയിൽ വെച്ച് ചേരുന്നതായിരിക്കും. എല്ലാ അംഗങ്ങളും നിർബന്ധമായിട്ട് ഇതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 27/12/2020 ഞായറാഴ്ച തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ്. അന്ന് ദിവസത്തെ തിരുവലിക്ക് ആമുഖം, വായനകൾ, വിശ്വാസികളുടെ പ്രാർത്ഥന എന്നിവ നടത്തേണ്ടത് സെന്റ് ഫ്രാൻസിസ് യൂണിറ്റ് ആയിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സിയോൻ പുത്രി ആനന്ദിച്ചാൽ, ജെറുസലേം പുത്രി ആർപ്പ് വിളിച്ചാൽ, ഇതാ പരിശുദ്ധനും ലോകത്തിന്റെ രക്ഷകനുമായ നിന്റെ രാജാവ് വരുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. തന്റെ പുത്രനെ മനുഷ്യാവതാരത്താൽ ലോകത്തിന്റെ അന്ധകാരമെല്ലാം നീക്കുകയും
അവിടുത്തെ മഹത്വപൂർണമായ തിരുപ്പിറവിയാൽ ഏറ്റവും പരിശുദ്ധമായ ദിനം പ്രകാശമാനമാക്കുകയും ചെയ്ത അനന്ത നന്മയുടെ ദൈവം നിങ്ങളിൽ നിന്ന് പാപാന്ധകാരമെല്ലാം അകറ്റി പുണ്യദീപ്തിയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രഭാപൂരിതമാക്കുമാറാകട്ടെ. അവിടുത്തെ രക്ഷാകരമായ പിറവിയുടെ മഹത്തായ സന്തോഷം ദൈവദൂതൻ വഴി ആട്ടിടയന്മാരെ അറിയിക്കുവാൻ തിരുവുള്ളമായ ദൈവം അവിടുത്തെ ആഹ്ലാദത്താൽ നിങ്ങളുടെ മാനസങ്ങൾ നിറയ്ക്കുകയും നിങ്ങളെ അവിടുത്തെ സുവിശേഷ ദൂതരാക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുത്തെ മനുഷ്യാവതാരം വഴി ഭൂമിയും സ്വർഗവും ചേർക്കിണക്കിയ ദൈവം നിങ്ങളെ തന്നെ സമാധാനത്തിന്റെയും സന്മനസ്സിന്റെയും ദാനങ്ങളാൽ നിറയ്ക്കുകയും സ്വർഗീയ സഭയുടെ അംഗങ്ങളാക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളിൽ വന്നതിന് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. Hare
സർവശക്ത പരമാധിക കാരണത്തിന് ഇന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ